നമ്മൾ LGS പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കമ്പനി ബോർഡ് LGSന് തീവ്ര പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. LGS പരീക്ഷകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയാണ് ഇത് ചെയ്യുന്നത്. അതും നമ്മൾ ആദ്യത്തെ പാർട്ട് വീഡിയോ ആണിത്. ഇങ്ങനെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വീഡിയോസ് മുന്നോട്ട് വരും. നമ്മൾ ഇതിൽ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട് LGS ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. മുഴുവനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അതും നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെയാണ് നമ്മൾ തുടങ്ങുന്നത്. നമുക്ക് ചാപ്റ്റർ വൈസ് തന്നെ നോക്കാം. അപ്പം നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്നും LGS പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം എല്ലാ കൂട്ടുകാരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യെസ്, LGSന് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. എന്തൊക്കെയാണ് ഇതിൽ നമ്മൾ പരിചയപ്പെടുന്നതെന്ന് കാണാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചോദ്യം യൂണിവേഴ്സിറ്റി LGSന് ചോദിച്ചതാണ്. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി. മക്കളെ, എണ്ണൽ സംഖ്യകളുടെ ശരാശരിയുടെ ഇക്വേഷൻ എന്താ? പഠിച്ചോണം കേട്ടോ. എണ്ണൽ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ n+1/2 ആണ്. എണ്ണൽ സംഖ്യകളുടെ ശരാശരിയുടെ ഇക്വേഷൻ n+1/2. എണ്ണൽ സംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ എന്താ? എണ്ണൽ സംഖ്യകളുടെ തുക n×n+1/2. എണ്ണൽ സംഖ്യകളുടെ തുക n×n+1/2. ഒറ്റ സംഖ്യകളുടെ തുക n² അല്ലേ? ഇരട്ട സംഖ്യകളുടെ തുക n×n+1. ഇതൊക്കെ തുകയുടെ ഇക്വേഷൻസാ ആണോ? ഇനി എണ്ണൽ സംഖ്യകളുടെ ശരാശരി n+1/2, ഒറ്റ സംഖ്യകളുടെ ശരാശരി n, ഇരട്ട സംഖ്യകളുടെ ശരാശരി n+1. ഇതൊക്കെ ഒന്ന് ഓർത്തോണം കേട്ടോ. അപ്പോൾ ഇവിടെ 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചേക്കുന്നത്. ഇക്വേഷൻ n+1/2 ആണ്. n 100 ആണ്. 100 + 1/2 101/2 എന്ന് വരും. ആൻസർ 50.5 എന്നാണ് കിട്ടുന്നത്. പരീക്ഷയ്ക്ക് വന്ന ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് നമുക്ക് വരുന്നത്. എളുപ്പമല്ലേ? മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ. എണ്ണൽ സംഖ്യകളുടെ ശരാശരി n+1/2. എണ്ണൽ സംഖ്യകളുടെ തുക n×n+1/2. ഒറ്റ സംഖ്യകളുടെ തുക n². ഒറ്റ സംഖ്യകളുടെ ശരാശരി n. ഇരട്ട സംഖ്യകളുടെ തുക n×n+1. ഇരട്ട സംഖ്യകളുടെ ശരാശരി n+1. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം 13/7, അതുപോലെ 16/7, 19/7 എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യാ പദം ഏത്? ഓക്കെ, അപ്പോൾ 13/7, 13/7, അടുത്തത് 16/7, അടുത്തത് 19/7 അല്ലേ? എക്സെട്ര. ഈ ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യാപദം, ആദ്യത്തെ എണ്ണൽ സംഖ്യ എന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണം മക്കളെ? ഇത് ചെയ്യാനേ 13/7, 16/7, 19/7. അടുത്തത് ഏതാ? നിങ്ങൾ നോക്കിയേ, ഇവിടെ 3 കൂടിയല്ലേ പോകുന്നത് ന്യൂമറേറ്റർ അല്ലേ? അപ്പോൾ 19/7 അടുത്തത് 3 കൂടുമ്പം 22/7 എന്ന് വരും ആണോ? അടുത്തത് 3 കൂടുമ്പം 25/7 എന്ന് വരും ആണോ? അടുത്തത് 3 കൂടുമ്പം 28/7 എന്ന് വരും. 28/7 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 അല്ലേ? അപ്പം ഇതിൽ വരുന്ന ആദ്യത്തെ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആദ്യത്തേത് 13/7, അടുത്തത് 16/7, അടുത്തത് 19/7. അപ്പോൾ ഈ മുകൾ വശം നോക്കുമ്പം മുകൾ വശത്ത് 3 വീതം കൂടിക്കൂടി വരിക. ശരിയാണോ? കണ്ടോ, 13 16 16 19. അപ്പോൾ 19 3 കൂടി 22 ആവണം. താഴ്വശം ഒരേപോലെയാണ് താൻ അല്ലേ? അപ്പോൾ അടുത്ത് 22/7. ഇനി ഇവിടുന്ന് 3 കൂടി 25/7 വരും. ഇവിടുന്ന് വീണ്ടും 3 കൂടി 28/7 വരും. 28/7 കറക്റ്റ് വെട്ടിക്കളയാൻ പറ്റും, 4 തവണയല്ലേ? അപ്പം ഇതിൽ വരുന്ന എണ്ണൽ സംഖ്യയായിട്ടുള്ള പദം 4 ആണെന്ന് മനസ്സിലാക്കാം. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. മുന്നോട്ട് പോവാം. യെസ് കുഞ്ഞുങ്ങളെ, മുന്നോട്ട്. അടുത്ത ചോദ്യം. ഇത് നല്ല ചോദ്യമാണേ, ശ്രദ്ധിച്ച് കേട്ടെ. 100 ×
983 ഇൻറ്റു 39 ഇതിനെ 9 കൊണ്ട് ഹരിച്ചാൽ ഇതിനെ 9 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം എത്ര എന്നാണ് ചോദ്യം. ഇതിനെ 9 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം 100 ഇൻറ്റു 83 ഇൻറ്റു 39/9 ചെയ്താൽ ലഭിക്കുന്ന ശിഷ്ടം. മക്കളെ, ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ മുകളിലത്തെ എല്ലാം ഗുണിച്ച് ആ കിട്ടുന്ന സംഖ്യനെ 9 കൊണ്ട് ഹരിച്ച് ശിഷ്ടം കണ്ടുപിടിക്കാൻ പോയാൽ നമ്മുടെ സമയം പോകും. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പം ആദ്യം ചെയ്യേണ്ടത് ഈ 100നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും നോക്കണം. 99 ആണ് 9ന്റെ മൾട്ടിപ്പിൾ വരുന്നത്, ബാക്കി ശിഷ്ടം 1. ഇനി അടുത്തത് ഈ 83നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം വരും നോക്കണം. 81 ആണ് 9ന്റെ മൾട്ടിപ്പിൾ, ശിഷ്ടം 2 ആണ്. അടുത്തത് 39നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടുന്നതാണ്. 36 ആണ് 9ന്റെ മൾട്ടിപ്പിൾ, ബാക്കി ശിഷ്ടം 3 ആണ് അല്ലേ. ഇതെല്ലാം കൂടെ ഗുണിക്കുക. ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 6 കിട്ടും. ആണോ? ഇതാണ് 9 കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 6 മക്കളെ. ഇങ്ങനെയാണ് ഈ കണക്ക് സിമ്പിളായിട്ട് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയട്ടെ ടെക്നിക്ക്. ഓക്കെ, ഒന്നുമില്ല, സിമ്പിൾ ടെക്നിക്ക്. അതായത് 100 ഇൻറ്റു 83 ഇൻറ്റു 39/9 ചെയ്യുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും നോക്കി. 1. ഇതിനെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും നോക്കി. 81 കഴിഞ്ഞ് ബാക്കി 2. ഇതിനെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും നോക്കി. 36 കഴിഞ്ഞ് ബാക്കി 3. ഈ ശിഷ്ടങ്ങളെല്ലാം ഗുണിച്ച് കിട്ടുന്നതായിരിക്കും 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. 57 + 61 + 65 + 69 + 73 + 77 ഡിവൈഡഡ് ബൈ 30ന്റെ ഉത്തരം അല്ലേ. നിങ്ങൾ നോക്കിക്കുക മക്കളെ, ഇതെല്ലാം കൂട്ടി ബൈ 30 ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നല്ലേ ചോദ്യം. അപ്പം ഇത് ഈ 4 കൂടി വരുന്നൊരു ശ്രേണിയാണ് കാര്യം പറഞ്ഞത് അല്ലേ. 57 + 4 61 + 4 65 + 4 69 + 4 4 കൂടി വരുന്ന ഒരു ശ്രേണിയാണ്. ആണോ? 4 കൂടി വരുന്ന ശ്രേണിയാണെന്ന് നമുക്കറിയാം. 4 കൂടി വരുന്ന ഒരു ശ്രേണിയാണ്. ഇനി അവിടെ നമുക്ക് ശരാശരി കണ്ടുപിടിച്ച് തുക കണ്ടുപിടിച്ചൊക്കെ ചെയ്യാം. ഇനി എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വേറെ ഒന്നിനും പോകണ്ട. ഇതിപ്പോൾ ആക്ച്വലി 6 സംഖ്യകളല്ലേ ഉള്ളൂ. ഇതങ്ങ് കൂട്ടുക. ഇതെല്ലാം കൂട്ടുമ്പോൾ 402 കിട്ടും. ബൈ 30 അങ്ങ് ചെയ്താൽ മതി. വേറെ കൂടുതൽ ടെക്നിക്കൊന്നും നോക്കാൻ പോകണ്ട. നിങ്ങൾക്ക് സ്പീഡ് കിട്ടുന്നത് ഇത് തന്നെയായിരിക്കും തോന്നുന്നു. 57 61 65 69 73 77 കൂടെ കൂട്ടുക. അപ്പം 402 കിട്ടും. ബൈ 30 ചെയ്യുക. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് 3 വെച്ച് വെട്ടിക്കളഞ്ഞാൽ 10 തവണ, 3 വെച്ച് വെട്ടിക്കളഞ്ഞാൽ 4ൽ 1 തവണ 3, ബാക്കി ശിഷ്ടം 10. 10ൽ 3 തവണ 3, ബാക്കി ശിഷ്ടം 1. 12ൽ 4 തവണ 3 ആണോ. സോ 134 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും മക്കളെ. 10 കൊണ്ട് ഒരു സംഖ്യയെ ഹരിക്കണമെങ്കിൽ ഒരു പോയിന്റ് ഇടത്തോട്ട് മാറ്റിയിടണം. അപ്പോൾ 13.4 എന്നാണ് ഈ ചോദ്യത്തിന് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. വേറെ ഒത്തിരി വളഞ്ഞ വഴിയൊന്നും സ്വീകരിച്ചില്ല, വെറുതെ അങ്ങ് കൂട്ടി ചെയ്തു. അതാണ് നല്ലത്. ശരി, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ചോദ്യം ബോർഡ് മാസിൻ്റെ ചോദ്യമാണ് മക്കളെ. 3 × 25 - 32 ഡിവൈഡഡ് ബൈ 4 + 10 - 18. ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ആദ്യം ചെയ്യേണ്ടത് ഈ ഡിവിഷനാണ്. ആണോ? അപ്പം 3 × 25 അല്ലേ, -32/4 8 കിട്ടും, +10 - 18 എന്ന് വരും. ശരിയാണോ? ഇനി നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലേ. 75 - 8 + 10 - 18 ക്ലിയർ അല്ലേ. ഇനി ഞാൻ ചെയ്യുന്നത് ഈ 75ഉം 10ഉം കൂടെ ഒരുമിച്ച് കൂട്ടാം. അപ്പോൾ 85 ആണോ. 85 - 8 - 18 എന്ന് വരും അല്ലേ. 85ൽ നിന്ന് 8 കുറച്ചാൽ 77, 77ൽ നിന്ന് 18 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 59. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 59 എന്നാണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
ചെയ്തത് നല്ല ക്ലിയർ ആണോ? ബോഡ് മാസ് റൂൾ വെച്ച് ചെയ്തു, വേറൊന്നുമില്ല. അതായത് ആദ്യം ഈ ഡിവിഷൻ്റെ സ്റ്റെപ്പ് ചെയ്തു, അത് 8 കിട്ടി. പിന്നെ ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് ചെയ്തു, അത് 75 കിട്ടി. അപ്പോൾ 75 - 8 + 10 - 18. ഇനി പ്ലസും മൈനസും മാത്രമേ ഒരു കാൽക്കുലേഷനിൽ ഉള്ളുവെങ്കിൽ ഇവിടുന്ന് അങ്ങ് ചെയ്ത് പോയാൽ മതി. പ്ലസ് തന്നെ ആദ്യം ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ 75ഉം 10ഉം ആണെങ്കിൽ കൂട്ടാൻ എളുപ്പമുണ്ട്. 75 + 10 85, -8 - 18. 85 നിന്ന് 8 കുറച്ചാൽ 77 വരും. 77 നിന്ന് 18 കുറച്ചാൽ 59 വരും. റെഡി? ഓക്കെ. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതും ബോഡ് മാസിൻ്റെ തന്നെ ഒരു ചോദ്യമാണ്. 41 - 30 അല്ലേ? 41 - 30 പ്ലസ് 45 + 7 × 7 വരും അല്ലേ? എളുപ്പമുള്ള ചോദ്യമാണ്, ആണോ? ഓക്കെ. ഇതിലേതാദ്യം ചെയ്യണ്ടേ? ഇത് വേണം ആദ്യം ചെയ്യാൻ, കാരണം ബ്രാക്കറ്റിനാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പം 41 - 30 പ്ലസ് അല്ലേ, 45 നിന്ന് 7 കൂട്ടിയാൽ 52 എന്ന് വരും. 52 × 7 എന്ന് വരും, ആണോ? അപ്പം 41 - 30 പ്ലസ് 52 × 7. ഇനി ഇത് ഗുണിക്കണം. 41 - 30 പ്ലസ് 52 × 7 364 എന്ന് വരും, ആണോ? സോ ഇത് 11 വരും. 11 പ്ലസ് 364 എന്ന് കിട്ടും. സോ നമുക്ക് ആൻസർ 364 പ്ലസ് 11 375 എന്നാണ് കിട്ടുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്, 375. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് എക്സ്പോണൻസ് അല്ലെങ്കിൽ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട എക്സ്പോണൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 2 raised to n + 1 = 32 ആണ് എങ്കിൽ n എത്ര എന്ന ചോദ്യം. മക്കളെ, 2 raised to n + 1 എന്നുള്ളതിനെ എനിക്ക് അങ്ങനെ തന്നെ എഴുതിയിട്ട് 32 എന്നതിനെ 2 raised to 5 എന്ന് എഴുതാം. 2 raised to 5 ആണ് 32 എന്ന് മനസ്സിലാക്കുക കേട്ടോ. 2 raised to 3 8 ആണെന്നറിയാലോ. 2 raised to 4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 2 raised to 5 എന്ന് പറഞ്ഞാൽ എത്രയാ? 32 ആണ്. 2 raised to 6 എന്ന് പറഞ്ഞാൽ എത്രയാ? 64 ആണ് അല്ലേ? അപ്പോൾ 32ൻ്റെ സ്ഥാനത്ത് 2 raised to 5 എന്ന് എഴുതാം. ഓക്കെ. ഇനി നിങ്ങൾ നോക്കിക്കേ, താഴ്വശത്ത് രണ്ടും 2 അല്ലേ, മുകൾ വശത്ത് n + 1 ഉം 5. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ n + 1 എന്ന് പറയുന്നത് 5ന് ഈക്വൽ ആയിരിക്കണമല്ലോ. അപ്പോൾ n = എത്രയായിരിക്കണം? 4 ആയിരിക്കണം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 4 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോ. ബോഡ് മാസിൻ്റെ ചോദ്യമാണ്. 1 + 2 × 3 അല്ലേ ഡിവൈഡഡ് ബൈ 6 -1ൻ്റെ ആൻസർ ഏതാ ആദ്യം ചെയ്യണ്ടേ? ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത്, ശരിയാണോ? കാരണം ബ്രാക്കറ്റിനാണ് പ്രയോറിറ്റി കൂടുതൽ. സോ 1 + ഇത് 6 ഡിവൈഡഡ് ബൈ 6 -1 എന്ന് വരും. 6 ഡിവൈഡഡ് ബൈ 6ൻ്റെ വില 1 അല്ലേ? അതാണ് അടുത്ത സ്റ്റെപ്പ്, ആണോ? അപ്പോൾ 1 + 1 - 1 എന്ന് വരും. എത്രയാണ് മക്കളെ? 1 എന്ന് കിട്ടും. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1. സിമ്പിൾ അല്ലേ? കുഴപ്പമുള്ള ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ല. ഓക്കെ, മുന്നോട്ട്. അടുത്ത ചോദ്യം ചോദ്യം ഇതാണ്. x/y ഒരു വില തന്നിട്ടുണ്ട്, അത് 4/3 ആണ്. y/z ഒരു വില തന്നിട്ടുണ്ട്, y/z അത് 6/5 ആണ്. എന്നിട്ട് ചോദിച്ചേക്കുന്നത് x/z-ൻ്റെ വില, x/z-ൻ്റെ വില. അപ്പം ഇങ്ങനെ തന്നാലേ ഇതിൽ നിന്ന് x/y/z എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് x/y-ഉം y/z-ഉം തന്നിട്ട് x/y/z കണ്ടുപിടിക്കാൻ എക്സിൻ്റെ വില കാണാൻ ഇങ്ങനെ നേരെ താഴേക്ക് ഗുണിക്കണം. അപ്പോൾ 6 × 4 = 24. വൈയുടെ വില കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഗുണിക്കണം, 6 × 3 = 18. ഇസഡിൻ്റെ വില കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഗുണിക്കണം,
5 × 3 15. നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കാം 3 വെച്ച്. ഇത് 8 തവണ, ഇത് 6 തവണ, ഇത് 5 തവണ. 8:6:5 എന്ന് കിട്ടും. x:y:z. നമുക്ക് വേണ്ടത് x:z അല്ലേ? അപ്പോൾ ആൻസർ 8:5 എന്ന് കിട്ടും. 8:5 അല്ലേ? ആൻസർ 8:5. 24:15 എന്ന് കിടപ്പുണ്ട്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് അല്ലേ? ഇവർ ഇങ്ങനെ തന്നെ എടുത്ത് എഴുതിയേക്കുവാണ്. കണ്ടോ, നമുക്കറിയാം 24:15 x:z വില. അത് ആ രീതിയിൽ തന്നെ എഴുതിയേക്കുവാണ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. 3 വെച്ച് വെട്ടിക്കളയും. ഓക്കെ, അവർ ആ വാല്യൂ അങ്ങനെ തന്നെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 24:15. അപ്പോൾ ഒന്ന് ഓർത്തേ മക്കളെ, ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞു തരാം. അതായത് ഞാനിപ്പോൾ പറഞ്ഞത് x:y-യും y:z തന്നിട്ട് x:y:z കാണാൻ എക്സിൻ്റെ റേഷ്യോ ആണ് ഇങ്ങനെ ഗുണിക്കുക, വൈയുടെ റേഷ്യോ ആണ് ഇങ്ങനെ ഗുണിക്കുക, ഇസഡിൻ്റെ റേഷ്യോ ആണ് ഇങ്ങനെ ഗുണിക്കുക എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അങ്ങനെയാണ് XYZ വില കിട്ടിയത്. അതിൽ നിന്ന് x:z 24:15 എന്ന് കിട്ടും. അത് ഓപ്ഷനും ഉണ്ട്, 24:15. ഓക്കെ, ഞാനതൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് 8:5 എന്ന് എഴുതിയുള്ളൂ. രണ്ടും ഓക്കെയാണ്. ശരി, ഇനി ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴേ x:5-യും y:z തന്നിട്ട് x:z കാണേണ്ടതെങ്കിൽ എക്സിൻ്റെ റേഷ്യോ ആണ് ഇത് തമ്മിൽ ഗുണിക്കുക, ഇസഡിൻ്റെ റേഷ്യോ ആണ് ഇത് തമ്മിൽ ഗുണിക്കുക എന്ന് ഓർത്ത് വെച്ചാൽ മതി. x:y:z കണ്ടിട്ട് x:z കാണേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ x:y നമുക്കറിയാം വില 4:3, എന്നിട്ട് y:z തന്നിട്ടുണ്ട്, നമുക്കറിയാം 6:5. എന്നിട്ട് കണ്ടുപിടിക്കേണ്ട സാധനം ആദ്യത്തേൻ്റെ അവസാനത്തേൻ്റെ റേഷ്യോ, അതായത് x:z കാണണം. x:z കാണാൻ എക്സിൻ്റെ റേഷ്യോ ആണ് ഇത് താഴേക്ക് ഗുണിക്കുക, 6 × 4 24. ഇസഡിൻ്റെ റേഷ്യോ ആണ് ഇത് താഴേക്ക് ഗുണിക്കുക, 3 × 5 15. 24:15 ആൻസർ. കണ്ടോ, അങ്ങനെ വേണേൽ ചെയ്യാം. x:z ഡയറക്റ്റ് ചോദിച്ചാൽ. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്തത് ഓക്കെ, നല്ല ചോദ്യമാണ്. ചോദ്യം 7, 6, 5, 4, 3, 2, 5 എന്നൊരു വലിയ സംഖ്യ. ഇതിനെ 11 കൊണ്ട് ഹരിക്കുമ്പം ശിഷ്ടം എത്ര കിട്ടുമെന്നാണ് ചോദ്യം. ഇതിനെ 11 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര കിട്ടും? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യകളെല്ലാം കൂടെ കൂട്ടുക. 1ാമത്തെ സംഖ്യ, 3ാമത്തെ സംഖ്യ, 5ാമത്തെ സംഖ്യ, 7ാമത്തെ സംഖ്യ എല്ലാം കൂടെ കൂട്ടിക്കേ. 7ഉം 5ഉം 12, 12ഉം 3ഉം 15, 15ഉം 5ഉം 20. മൈനസ് ഇനി ഇരട്ടയുടെ സ്ഥാനത്തെ സംഖ്യ 6ഉം 4ഉം 10ഉം 2ഉം 12. ഈ ഡിഫറൻസ് എത്രയാ? 8. ഇതായിരിക്കും 11 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 8 ആണ്. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ഒരു വലിയ സംഖ്യ തരുക, എന്നിട്ട് അതിനെ 11 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് എത്ര ശിഷ്ടം കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യകളെല്ലാം കൂട്ടുക, ഇരട്ടയുടെ സ്ഥാനത്തെ സംഖ്യകളെല്ലാം കൂട്ടുക, അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് ആയിരിക്കും 11 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം. ഡിഫറൻസ് 1 ആണ് ശിഷ്ടം 1, ഡിഫറൻസ് 2 ആണ് 2, ഡിഫറൻസ് 3 ആണ് 3 ശിഷ്ടം, ഡിഫറൻസ് 8 ആണ് 8 ശിഷ്ടം. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മുടെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. ഇത്തരം ചോദ്യങ്ങൾ വരാറുണ്ട്. നെക്സ്റ്റ് ഒരു ചോദ്യം നോക്കിക്കേ, തുക കാണുക. ഓക്കെ, എന്നിട്ട് 3 + 6 + 9 + എക്സെട്ര 90 അല്ലേ? ഇതിൻ്റെ തുക കാണാനല്ലേ മക്കളെ? ഇതിൻ്റെ തുക കാണാനേ നമുക്ക് പല മാർഗങ്ങൾ യൂസ് ചെയ്യാം. ഒന്ന്, ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് പരിഗണിച്ച് ചെയ്യാം അല്ലേ? 3, 6, 9 എക്സെട്ര 90 വരെ ഇതൊരു സമാന്തര ശ്രേണിയാണ്. അതിലെ ആദ്യ പദം 3 ആണ്, അവസാന പദം 90 ആണ്. പൊതുവ്യത്യാസം 3 കൂടി വരുന്ന ശ്രേണിയാണ്. അപ്പം അതിലെ പദങ്ങളുടെ തുക കാണാം. അതായത് പദങ്ങളുടെ തുക ആകെ 30 പദങ്ങളാണ് ഉള്ളത്. അപ്പോൾ S30 30 പദങ്ങളുടെ തുക n/2. n/2 എന്ന് പറഞ്ഞാൽ 30/2 ആണോ? ആകെ 30 പദങ്ങളാണ് ഉള്ളത്. 3 മുതൽ 90 വരെ 30 പദങ്ങളല്ലേ, 3ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ, അപ്പം 30 പദങ്ങൾ.
ആദ്യ പദം പ്ലസ് അവസാന പദം എന്ന് പറഞ്ഞാൽ 3 + 90 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ 15 × 93 എന്ന് കിട്ടും. 15 × 93 നമുക്ക് ആൻസർ 1395 എന്ന് കിട്ടിക്കോളും. ഇങ്ങനെ ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പറയാം. ഇതൊരു സമാന്തര ശ്രേണിയായിട്ട് പരിഗണിച്ചു. 3 ശ്രേണിയുടെ ആദ്യ പദം, 6 രണ്ടാം പദം, 9 മൂന്നാം പദം, അങ്ങനെ 90 വരെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ശ്രേണിയുടെ പദങ്ങളുടെ തുക കണ്ടുപിടിച്ച ഉത്തരവായി. പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം എന്നൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? അപ്പം ഇവിടെ ആകെ 30 പദങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാവും. കാരണം മക്കളെ 90-ലല്ലേ നിൽക്കുന്നത്, 3ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ. 90 വരെ 30 പദങ്ങളില്ലേ? 90/3 30 പദങ്ങളുണ്ട്. അപ്പോൾ 90 30ാമത്തെ പദമാണ്. അപ്പോൾ ഈ 30 പദങ്ങളുടെ തുക കാണാൻ S30 കാണണം. S30 കാണാൻ വേണ്ടി n/2 30/2 ആദ്യ പദം പ്ലസ് അവസാന പദം ചെയ്യുമ്പോൾ n/2 15 കിട്ടും. 15 × 93 1395 എന്ന് കിട്ടും. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിലുള്ള മാർഗം ശ്രദ്ധിച്ച് കേട്ടോ. നമുക്ക് ഇതിൽ നിന്ന് 3 പുറത്തെടുക്കാം. എല്ലാത്തിലും 3ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ. 3 പുറത്തെടുത്താൽ ബാക്കി 1 + 2 + 3 + എക്സെട്ര അപ് ടു 30 എന്ന് വരും. എല്ലാത്തിൽ നിന്നും 3 പുറത്തെടുക്കാം. ഇത് 3 ആണ്. 6 എന്ന് പറഞ്ഞാൽ 3 × 2 ആണ്. 9 എന്ന് പറഞ്ഞാൽ 3 × 3 ആണ്. അപ്പോൾ എല്ലാത്തിൽ നിന്നും 3 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി 1 + 2 + 3 + അപ് ടു 30 എന്ന് വരും. ഓക്കെ. 3 × 1 + 2 + 3 + അപ് ടു 30 എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകൾ തുക കാണാനുള്ള ഇക്വേഷൻ n × n+1/2 എന്നുള്ളതാണ് തുക. അപ്പോൾ ഇവിടെ 30 പദങ്ങളുണ്ട്. 30 പദങ്ങളുടെ തുക കാണണം. 30 × 31 /2 എന്ന് വരും. അപ്പോൾ ഇതും വെട്ടിപ്പോയി 15 അല്ലേ? ശരി. 15 × 93 എന്ന് കിട്ടും. 31 × 3 93. ഇവിടെ ചെയ്ത അതേ സ്റ്റെപ്പ് 15 × 93 15 × 93 1395 എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. ക്ലിയർ ആണോ? 2 രീതിയിലും ചെയ്യാം. ഈ സെക്കൻഡ് മെത്തേഡ് ആണെങ്കിലും ഓക്കെ ആണ്. 3 + 6 + 9 + എക്സെട്ര അല്ലേ. എല്ലാത്തിൽ നിന്നും 3 പുറത്തെടുത്താൽ 1 + 2 + 3 + അപ് ടു 30 എന്നാവും. ഇത് എണ്ണൽ സംഖ്യകളുടെ 30 വരെയുള്ള സംഖ്യകളുടെ തുകയാണ്. 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ 30 × 31/2 n × n+1/2. ഓക്കെ. 3 × n × n+1/2 സോൾവ് ചെയ്യുമ്പോൾ 1395 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ആണ്. അപ്പം നമ്മുടെ ഒന്നാമത്തെ പാർട്ട് വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത പാർട്ട് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാകുകയും മനസ്സിലാകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ലൈക്കും കമൻറ്റും ഒരു ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി LGSന് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാം. ഓക്കെ മക്കളെ, താങ്ക് യു, ടാറ്റാ.